നമസ്കാരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് പൂർത്തിയായത്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമായിരിക്കും CPM-ന്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തന്ത്രങ്ങളും മെനയുക. പിണറായി വിജയൻ ഒരിക്കൽ കൂടി കരുത്ത് തെളിയിച്ചിരിക്കുന്നു. പണ്ട് നായനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രി പദവി രാജിവെച്ച് പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് പോയ പിണറായി അന്ന് മുതൽ പാർട്ടിയെ പൂർണ്ണമായും തന്റെ വരുതിയിലാക്കിയിരുന്നു. ആ നിയന്ത്രണം ഇപ്പോഴും പൂർണ്ണമാണ്. മറ്റാർക്കും CPM-ൽ ഒരു പങ്കുമില്ല. പിണറായിയുടെ ഔദാര്യത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയായി ഗോവിന്ദൻ മാഷക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തം പുലമ്പിക്കൊണ്ടിരിക്കാം എന്നതിനപ്പുറത്തേക്ക് യാതൊരാൾക്കും യാതൊരു പങ്കുമില്ല എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. CPM-ൽ പിണറായിയെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ആരുമില്ല, ഗോവിന്ദൻ അടക്കമുള്ളവർ. പിണറായി പറയുന്നിടത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം ഗോവിന്ദന് പാർട്ടി സെക്രട്ടറിയായി തുടരാം. മുഖ്യമന്ത്രി പദവി അടക്കമുള്ള മോഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഗോവിന്ദൻ പിണറായിയുടെ കാലശേഷം വരെ കാത്തിരിക്കേണ്ടി വരും. പിണറായിയുടെ മുമ്പിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, തുടർച്ചയായി 3ാം ഭരണം. 75 വയസ്സ് പ്രായപരിധി കടന്നതോ തുടർച്ചയായി 2 തവണയിൽ കൂടുതൽ മത്സരിക്കാൻ പാടില്ല എന്ന നിബന്ധനയോ ഒന്നും പിണറായിക്ക് ബാധകമല്ല. ഈ നിബന്ധനയൊക്കെ മറ്റുള്ളവരെ വെട്ടിയൊതുക്കാൻ വേണ്ടി പിണറായി ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ പിണറായി എല്ലാ നിബന്ധനകളെയും മറികടന്നുകൊണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോയിലുണ്ടാവും, മുഖ്യമന്ത്രി പദവിയിൽ തുടരും, പാർട്ടി നേതാവ് എന്ന നിലയിൽ തുടരും, പാർട്ടിയെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുപോകും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെയായിരിക്കും പാർട്ടിയെ നയിക്കുന്നത്. വീണ്ടും ഭൂരിപക്ഷം കിട്ടിയാൽ പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി. മരുമകൻ 2ാമത്തെ അധികാര കേന്ദ്രമായി തുടരുകയും പിണറായിക്ക് ആരോഗ്യ കാരണങ്ങളാൽ ഇടയ്ക്ക് രാജിവെച്ചൊഴിയേണ്ട സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്നതിനപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിന് കാര്യമായ റോളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പിണറായി പൂർണ്ണ വിശ്വസ്തരെ മാത്രം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിന് സീനിയോറിറ്റിയോ മെറിറ്റോ ഒന്നും ബാധകമല്ല. അതുകൊണ്ടാണ് ഇച്ഛാഭംഗം ബാധിച്ച ചിലരെങ്കിലും പൊട്ടിത്തെറിക്കുന്നത്. CPM-നുള്ളിലെ പൊട്ടിത്തെറി കാര്യമായി പുറത്തേക്ക് വരില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. വലിയ തോതിലുള്ള പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഉള്ളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരണമെങ്കിൽ പിണറായി ഭയം മാറണം. ഭൂരിപക്ഷം പേരും പിണറായി ഭക്തരായതുകൊണ്ട് തന്നെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയാനല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. പാർട്ടി സെക്രട്ടറിയായി പോലും പരിഗണിക്കപ്പെടേണ്ട ആലപ്പുഴക്കാരൻ G. സുധാകരൻ പാർട്ടിയുടെ എല്ലാ പദവികളിൽ നിന്നും മാറി രാമായണം വായിച്ച് കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം പതിവിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടിക്കെതിരെ കടുത്ത വിമർശനമാണ് സുധാകരൻ ഉയർത്തിയത്. സുധാകരൻ KV തോമസിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ആ വിമർശനം ചെന്നുകൊള്ളുന്നത് പിണറായിയുടെ നെഞ്ചിന് നേരെയാണ്. 30 ലക്ഷം രൂപ ഒരു മാസം കൊടുക്കാൻ മാത്രം എന്ത് മേന്മയാണ് തോമസിനുള്ളത്? ഈ പണമെല്ലാം തോമസ് പുഴുങ്ങി തിന്നുമോ എന്നായിരുന്നു സുധാകരന്റെ ചോദ്യം. ഡൽഹിയിലിരിക്കുന്ന KV തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം, അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA-യുടെ പെൻഷൻ, MP-യുടെ പെൻഷൻ, പിന്നെ ഈ ശമ്പളം ഒരു മാസം എത്ര ലക്ഷം രൂപ ഇത്തരം പൈസ? ഇത്തരം പൈസ 19 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ? ഈ ചോദ്യം വാസ്തവത്തിൽ സുധാകരൻ ചോദിച്ചത് KV തോമസിനോടല്ല, പിണറായി വിജയനോട് തന്നെയാണ്. ഒരു പദവിയിലുമില്ലാത്ത തന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തനിക്ക് നട്ടലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി സുധാകരൻ പറഞ്ഞതാണിത്. 75 വയസ്സ് പ്രായപരിധി പറഞ്ഞിട്ട് EP ജയരാജനും TP രാമകൃഷ്ണനുമൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ തുടരുന്നതിനെയും G. സുധാകരൻ വിമർശിച്ചിരുന്നു. സുധാകരന്റെ വിമർശനത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രമേ പിണറായി ശ്രമിക്കൂ. കാരണം സുധാകരൻ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു പഴങ്കഥ മാത്രമാണ്. P. ജയരാജന്റെ കാര്യമെടുക്കുക. കണ്ണൂരിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച P. ജയരാജനെ ഇക്കുറിയും സെക്രട്ടേറിയറ്റ് എടുത്തില്ല. ജയരാജൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇതേക്കുറിച്ച് പൊട്ടിത്തെറിച്ച് തന്റെ അഭിപ്രായ വ്യത്യാസം അറിയിച്ചു. ജയരാജന്റെ മകൻ വർത്തമാനകാല ഇന്ത്യയിൽ ഇതിനപ്പുറം എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിച്ച് പ്രതിഷേധം അറിയിച്ചു. പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് ഇനി ഒരിക്കലും ഇടം പിടിക്കില്ല, സംസ്ഥാന കമ്മിറ്റി അംഗമായി വിരമിച്ചോണം എന്ന സന്ദേശം നൽകിയാണ് കരുത്തനായ P. ജയരാജനെ പിണറായി ഒതുക്കിയത്. അതേസമയം 75 വയസ്സെന്ന പ്രായമാനദണ്ഡം ഉണ്ടായിട്ടും 75-കാരനായ TP രാമകൃഷ്ണനെയും EP ജയരാജനെയും വീണ്ടും സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. EP ജയരാജന്റെ BJP ബാന്ധവം അടക്കമുള്ളവ ചർച്ചയാവുകയും പാർട്ടി ഒരുപാട് തവണ കുഴപ്പത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നോർക്കണം. P. ജയരാജനെ കുറിച്ച് പാട്ടെഴുതി വ്യക്തിപൂജയുണ്ട് എന്ന ആരോപണം ഉയർത്തുമ്പോൾ
വ്യക്തിപൂജയും പാട്ടെഴുത്തുമൊക്കെ തനിക്ക് മാത്രം മതി, മറ്റാർക്കും വേണ്ട എന്ന പിണറായിയുടെ സന്ദേശം വ്യക്തമാവുന്നു. ജയരാജൻ പാർട്ടി ഫോറത്തിൽ പൊട്ടിത്തെറിച്ചതിനപ്പുറത്തേക്ക് നിശബ്ദനായിരിക്കുമെന്ന് പിണറായിക്കറിയാം. കണ്ണൂരിലെ സമവാക്യങ്ങൾ അങ്ങനെ രൂപപ്പെടുത്തി ജയരാജൻ എന്ന കണ്ണൂരിലെ എക്കാലത്തെയും കരുത്തനായ CPM നേതാവിനെ പൂർണ്ണമായും മൂലക്കിരുത്തിയിരിക്കുന്നു. അത്ര പ്രസക്തനൊന്നുമല്ലെങ്കിലും പത്തനംതിട്ടയിലെ പഴയ നേതാവായ, ഇപ്പോൾ കേവലം 65 വയസ്സ് മാത്രം പ്രായമായ A. പത്മകുമാർ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രമല്ല, ചാനൽ ചർച്ചകളിലും പാർട്ടി നൽകിയ അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തി. P. ജയരാജനെ ഒഴിവാക്കിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് CN മോഹനനെ പോലും എത്തിച്ചു നോർക്കണം. കഴിഞ്ഞ തവണ എത്തിച്ച M. സ്വരാജിനെ ഇക്കുറി വീണ്ടും തുടരാൻ അനുവദിച്ചു. M. സ്വരാജ് പാർട്ടിയുടെ ഉന്നത നേതാവായി മാറുമ്പോൾ CN മോഹനനെ പോലെയുള്ളവരെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ P. ജയരാജൻ എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മന്ത്രി വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടും താൻ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയില്ല എന്നതാണ് പത്മകുമാറിനെ ക്ഷോഭിപ്പിച്ചത്. കണ്ണൂരിലെ CPMന്റെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്ന ജെയിംസ് മാത്യുവിന്റെ ഭാര്യ സുകന്യ തിരുവനന്തപുരംകാരിയാണ്. വിവാഹിതയായി കണ്ണൂരിലേക്ക് പോയതാണ്. സുകന്യ സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. പക്ഷെ ജെയിംസ് മാത്യുവിന്റെ ചില ജനകീയ നിലപാടുകൾ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥത. തുടർന്ന് ജെയിംസ് മാത്യു ഔദ്യോഗിക പദവികളെല്ലാം വേണ്ടെന്ന് വെച്ച് സ്കൂൾ നടത്തിപ്പുമായി ഒതുങ്ങിക്കഴിയുന്ന സാഹചര്യത്തിൽ സുകന്യ സജീവമായി ഉണ്ടെങ്കിലും സുകന്യയും ഒഴിവാക്കപ്പെട്ടു. ചെഗുവരയുടെ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് അനീതി കാണുമ്പോൾ നിങ്ങൾക്ക് വിറയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് സുകന്യയും പ്രതിഷേധമറിയിച്ചു. ഇതിലേറ്റവും നിരാശനാകുന്ന ഒരു വ്യക്തി MP രാജേഷാണ്. PK ബിജുവും M. സ്വരാജുമൊക്കെ നേരത്തെ തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തപ്പെട്ടിട്ടും അവരെക്കാൾ സീനിയറായ, അവരെക്കാൾ പാർലമെന്ററി അനുഭവമുള്ള, അവരെക്കാൾ സ്വീകാര്യനായ MP രാജേഷിനെ ഇക്കുറിയും സെക്രട്ടേറിയറ്റിൽ എടുത്തില്ല. കഴിഞ്ഞ തവണ ഒഴിവാക്കിയത് സ്പീക്കർ ആണ് എന്ന പേര് പറഞ്ഞായിരുന്നെങ്കിൽ ഇക്കുറി എന്തുകൊണ്ട് എന്ന ചോദ്യം ബാക്കിയാവുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ കഴിഞ്ഞ തവണയെ സെക്രട്ടേറിയറ്റിൽ എത്തുകയും ഇക്കുറി തുടരുകയും ചെയ്യുമ്പോഴാണ് MP രാജേഷ് പിന്തള്ളപ്പെട്ടത്. എന്തായാലും CPMൽ അസ്വസ്ഥത കത്തിപ്പടരുകയാണ്. ഈ അസ്വസ്ഥത പുറത്തേക്ക് ചാടി പ്രതിഫലനമുണ്ടാക്കുന്ന തരത്തിൽ വളരില്ല എന്ന് ഉറപ്പാക്കിയാണ് പിണറായി സംസ്ഥാന കമ്മിറ്റിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റും രൂപം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് സംതൃപ്തി അടഞ്ഞ് എല്ലാവരും അടങ്ങും. സമ്പൂർണ്ണ നിയന്ത്രണം പിണറായിയുടെ കയ്യിൽ തന്നെയാണ്. പിണറായിക്ക് ആയുസ്സുള്ളിടത്തോളം കാലം ഈ പാർട്ടി പിണറായി ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനും പോകുന്നില്ല.